ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ആരംഭിക്കുന്നത് വൈകും. കേരളത്തിൽ നിന്നും അതിവേഗം ഉപകരണങ്ങൾ എത്തിച്ചാലും കാലാവസ്ഥയിൽ മാറ്റം വരാതെ പുഴയിലേക്ക് ഇറങ്ങിയില്ലെന്ന നിലപാടിൽ ജില്ലാ ഭരണകൂടം. ഷിരൂരിൽ പരിശോധന നടത്താൻ തൃശൂരിൽ നിന്നുള്ള സംഘം പുറപ്പെട്ടു. കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള സംഘമാണ് ഷിരൂരിലേക്ക് തിരിച്ചത്. ഡ്രഡ്ജിംഗ് യന്ത്രം കൊണ്ടുപോകാൻ അനുമതി ലഭിച്ചിട്ടില്ല. അനുമതി ലഭിച്ചാൽ മാത്രമേ യന്ത്രം തൃശൂരിൽ നിന്ന് ഷിരൂരിലേക്ക് എത്തൂ. ഷിരൂരിൽ കാണാതായ അർജുന്റെ കുട്ടിയുടെ പ്രതികരണമെടുത്ത യൂട്യൂബ് ചാനലിനെതിരെ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം. മഴവിൽ കേരള എന്ന യൂട്യൂബ് ചാനൽ ഉടമയ്ക്ക് നാളെ നോട്ടീസ് നൽകും. പാലക്കാട് സ്വദേശി സിനിൽ ദാസ് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. ചാനലിന്റെ അവതാരകയ്ക്കും ചാനലിനുമെതിരെ കേസ് എടുക്കണമെന്നായിരുന്നു ആവശ്യം. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും സർക്കാർ വാദം. മുഖ്യമന്ത്രിയെ കേസുമായി ബന്ധപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കമാണ് ഹർജിക്ക് പിന്നിലെന്നും സർക്കാർ. ബാബ രാംദേവിനെതിരായ ഹർജികളിൽ വിധി ഇന്ന്. വിധി പതഞ്ജലിയുടെ മരുന്ന് കോവിഡ് മുക്തമാക്കുമെന്ന അവകാശവാദത്തിനെതിരെ ഡോക്ടർമാരുടെ സംഘടന നൽകിയ ഹർജികളിൽ വിധി പറയുന്നത് ഡൽഹി ഹൈക്കോടതി. സംസ്ഥാനത്തെ 49 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ. 169 സ്ഥാനാർത്ഥികൾ ജനവിധി തേടും. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. സംസ്ഥാനത്ത് നിപ ഭീതി ഒഴിയുന്നു. പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നേരിയ ലക്ഷണങ്ങളുമായി ചികിത്സയിലുള്ളത് ഒരാൾ. 472 പേർ സമ്പർക്ക പട്ടികയിൽ. നിപ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള തീരത്ത് കടൽ പ്രക്ഷുബ്ധമാകാനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയെന്ന് ദേശീയ സമുദ്ര ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ശൈശവ വിവാഹ നിരോധന നിയമം എല്ലാ മതങ്ങൾക്കും ബാധകമെന്ന് ഹൈക്കോടതി. ശൈശവ വിവാഹത്തെക്കുറിച്ച് വിവരം ലഭിച്ചാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ ഉടൻ അറിയിക്കണം. 15-കാരിയെ വിവാഹം ചെയ്തു കൊടുത്ത പിതാവിനും വരനും മഹല്ല് കമ്മിറ്റിക്കും എതിരെയുള്ള കേസ് റദ്ദാക്കാനാവില്ലെന്നും കോടതി. മതപരമായ അവകാശത്തിന്റെ പേരിലാണ് വിവാഹം നടത്തിയതെന്ന പ്രതികളുടെ വാദം കോടതി തള്ളി. സ്ത്രീധന പീഡനത്തെ തുടർന്ന് തൃശൂരിൽ ജീവനൊടുക്കാൻ ശ്രമിച്ച യുവതി മരിച്ചു. സംഭവത്തിൽ ഭർത്താവിനെതിരെ പരാതിയുമായി ബന്ധുക്കൾ. സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവും ഭർത്തൃമാതാവും യുവതിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി പരാതി. 1.5 മാസമായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതി മരിച്ചത് ഇന്നലെ. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ മനു ഭാക്കറിന് അഭിനന്ദന പ്രവാഹം. ഫോൺ വിളിച്ച് അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേട്ടം രാജ്യത്തിന് സമർപ്പിക്കുന്നുവെന്ന് മനു ഭാക്കർ. 10 മീറ്റർ എയർ പിസ്റ്റളിൽ മെഡൽ നേടിയതോടെ ഒളിമ്പിക്സിൽ പോഡിയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഷൂട്ടറായി മനു. പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ മെഡൽ വേട്ട തുടരാൻ ഇന്ത്യ. 10 മീറ്റർ എയർ റൈഫിൾസ് ഫൈനലിൽ അർജുനും റമിതയും ഇന്നിറങ്ങും. ഹോക്കിയിൽ 2ാം ജയം ലക്ഷ്യമിട്ട ഇന്ത്യ ഇന്ന് അർജന്റീനയ്ക്കെതിരെ. ബാഡ്മിന്റണിലും അമ്പയത്തിലും ഇന്ത്യക്ക് നിർണായകം. ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പര ഇന്ത്യയ്ക്ക്. മഴ നിയമപ്രകാരം ജയം 7 വിക്കറ്റിന്. യശസ്വി ജയ്സ്വാൾ ടോപ്പ് സ്കോറർ. ഗംഭീർ പരിശീലകനായ ശേഷം ആദ്യ പരമ്പര വിജയം. നിരാശപ്പെടുത്തി സഞ്ജു സാംസൺ. 2ാം 2020-ൽ ആദ്യ പന്തിൽ പുറത്തായി. സഞ്ജു ടീമിലെത്തിയത് ശുഭ്മാൻ ഗില്ലിന് പരിക്കേറ്റതോടെ. വനിതാ ഏഷ്യാ കപ്പിൽ ശ്രീലങ്ക ചാമ്പ്യന്മാർ. ഫൈനലിൽ ഇന്ത്യയെ തകർത്തത് 8 വിക്കറ്റിന്. 165 റൺസ് 19-ാം ഓവറിൽ മറികടന്നു. ശ്രീലങ്കൻ ക്യാപ്റ്റൻ ചമരി അറ്റപ്പത്തു ടൂർണമെന്റിലെ താരം. ഒളിമ്പിക്സ് ടെന്നീസ് 2ാം റൗണ്ടിൽ റാഫേൽ നദാൽ നൊവാക് ജോക്കോവിച്ച് സൂപ്പർ പോരാട്ടം. ഹംഗറി താരത്തെ തോൽപ്പിച്ച് 2ാം റൗണ്ടിലെത്തി നദാൽ. ജയം 3 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ. നദാൽ പാരീസിലെ കളിമൺ കോർട്ടിൽ 14 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ താരം.
ഒളിമ്പിക്സ് ബാഡ്മിന്റണിൽ HS പ്രണോയ്ക്ക് ജയത്തുടക്കം. ജർമ്മൻ താരത്തെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് വീഴ്ത്തി മലയാളി താരം. സ്കോർ 21-18, 21-12. രണ്ടാം മത്സരത്തിൽ ബുധനാഴ്ച വിയറ്റ്നാം താരത്തെ നേരിടും. നീന്തലിൽ ഇന്ത്യൻ പ്രതീക്ഷ അവസാനിച്ചു. ദിനിഥയും ശ്രീഹരിയും സെമി കാണാതെ പുറത്ത്. ഒളിമ്പിക്സിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി 14-കാരി ദിനിധി. ഒളിമ്പിക്സ് ടെന്നീസിൽ ഇന്ത്യയ്ക്ക് നിരാശ. സുമിത് നാഗൽ ആദ്യ റൗണ്ടിൽ ഫ്രഞ്ച് താരത്തോട് തോറ്റു പുറത്ത്. അമ്പെയ്ത്ത് ക്വാർട്ടറിൽ വനിതാ താരങ്ങളും പുറത്ത്. ബാഴ്സലോണയുടെ ബ്രസീലിയൻ മുന്നേറ്റ താരം റാഫിന സൗദി പ്രോ ലീഗിലേക്കെന്ന സൂചന. സൗദി ക്ലബ് അൽ നാസർ താരവുമായി പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. റെക്കോർഡ് തുകയ്ക്കായിരിക്കും റാഫിനയുടെ കൂടുമാറ്റം. ഡൽഹി INI മാർക്കറ്റിലെ 2 ഹോട്ടലുകളിൽ തീപിടുത്തം. അഗ്നിബാധയിൽ 6 പേർക്ക് പരിക്കേറ്റതായി വിവരം. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് അപകടം. അഗ്നിശമന സേന ഉദ്യോഗസ്ഥരെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. അഗ്നിബാധയുടെ കാരണം വ്യക്തമല്ല. ഡൽഹി കോച്ചിംഗ് സെന്ററിലെ വിദ്യാർത്ഥികളുടെ മരണത്തിന് പിന്നാലെ കരോൾ ബാഗിലെ കെട്ടിട നിർമ്മാണ നിയമങ്ങൾ ലംഘിച്ച് പണിത കെട്ടിടങ്ങൾ പൂട്ടിച്ചു. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ സീൽ ചെയ്തത് 7 കെട്ടിടങ്ങളും 3 ബേസ്മെന്റുകളും. ചട്ടം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ഡൽഹിയിൽ കോച്ചിംഗ് സെന്ററിലെ അപകടം വ്യവസ്ഥിതിയുടെ കൂട്ടായ പരാജയമെന്ന് രാഹുൽ ഗാന്ധി. ഓരോ പൗരന്റെയും സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തം. സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രാഹുൽ. തമിഴ്നാട്ടിൽ 24 മണിക്കൂറിനിടെ 3 കൊലപാതകം. മരിച്ചത് BJP അണ്ണാ-DMK പ്രവർത്തകർ. കൊലപാതകങ്ങൾ BSP സംസ്ഥാന അധ്യക്ഷൻ ആംസ്ട്രോങ്ങിന്റെ കൊലപാതകം നടന്ന 1 മാസം തികയും മുൻപ്. ഇതിൽ 2 എണ്ണത്തിന് രാഷ്ട്രീയ ബന്ധമെന്ന് സൂചന. മണിപ്പൂരിലെ കലാപത്തിന് സമാനമായ സാഹചര്യം മഹാരാഷ്ട്രയിലും സംഭവിക്കാമെന്ന് ശരത് പവാർ. എന്നാൽ ഐക്യവും സമത്വവും പ്രോത്സാഹിപ്പിച്ച നിരവധി പ്രമുഖരുടെ പാരമ്പര്യം സംസ്ഥാനത്തിനുണ്ട്. മണിപ്പൂരിലെ കലാപം നിയന്ത്രിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടെന്നും വിമർശനം. കഴിഞ്ഞ 2 മാസത്തിനിടെ ഡൽഹിയിൽ ഹെപ്പറ്റൈറ്റിസ് A കേസുകളിൽ വർധനവ്. ജൂണിൽ 22 കേസുകളും ജൂലൈയിൽ 20 കേസുകളും റിപ്പോർട്ട് ചെയ്തു. ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ പ്രതിമാസം 3 കേസുകൾ മാത്രമായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ജൻസൂരജ് അഭിയാൻ രാഷ്ട്രീയ പാർട്ടിയായി മാറ്റാനൊരുങ്ങി രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ. ഒക്ടോബർ 2 മുതൽ പ്രവർത്തനം ആരംഭിക്കും. പാർട്ടി അംഗങ്ങളിൽ നിന്ന് നേതാക്കളെ തിരഞ്ഞെടുക്കും. പാർട്ടി JDUവിനും RJDക്കും ഭീഷണിയാകാൻ സാധ്യത. വ്യാജ പീഡന പരാതി നൽകിയ സ്ത്രീക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ച ഡൽഹി കോടതി. നിർദ്ദേശം ആരോപണ വിധേയന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ. വ്യാജ ആരോപണങ്ങൾ കുറ്റാരോപിതനായ വ്യക്തിയുടെ ജീവിതവും സമൂഹത്തിലെ നിലയും വിലയും നശിപ്പിക്കുമെന്ന് കോടതി. ക്ലാസ് മുറിക്കുള്ളിൽ പായ വിരിച്ച് കിടന്നുറങ്ങുന്ന അധ്യാപിക. വീശിക്കൊടുത്ത കുട്ടികൾ. വീഡിയോ വൈറലായതോടെ കടുത്ത വിമർശനം. പിന്നാലെ ടീച്ചർക്ക് സസ്പെൻഷൻ. സംഭവം ഉത്തർപ്രദേശിലെ അലിഗഡിൽ. സുൽത്താൻപൂർ MPയുടെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്ത് മനേക ഗാന്ധി അലഹബാദ് ഹൈക്കോടതിയിൽ. മനേക ഗാന്ധിയുടെ ഹർജി ഇന്ന് പരിഗണിക്കും. തെരഞ്ഞെടുപ്പിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ രാം ഭുവാൽ നിഷാദ് കേസുകളുടെ എണ്ണം തെറ്റായി രേഖപ്പെടുത്തിയെന്നും നിഷാദിന്റെ വിജയം റദ്ദാക്കണമെന്നും ആവശ്യം. രാം ഭുവാൽ നിഷാദ് മനേക ഗാന്ധിയെ തോൽപ്പിച്ചത് 40,000-ലധികം വോട്ടിന്. വാർത്താ സമ്മേളനത്തിനിടെ മൂക്കിൽ നിന്ന് രക്തസ്രാവം. കേന്ദ്രമന്ത്രിയും JDS നേതാവുമായ HD കുമാരസ്വാമിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവം ഇന്നലെ വൈകിട്ട്. നിലവിൽ ആരോഗ്യനില തൃപ്തികരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. യുക്രൈൻ സന്ദർശനത്തിന് മുൻപാണോ ശേഷമാണോ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കുകയെന്ന് ജയറാം രമേശ്. വിമർശനം പ്രധാനമന്ത്രി അടുത്ത മാസം യുക്രൈൻ സന്ദർശിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ. യോഗി
ആദിത്യനാഥിനെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റില്ല. പാർട്ടിയും ഭരണവുമായി ഏകോപനം വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസം നീണ്ടുനിന്ന BJP മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും യോഗം അവസാനിച്ചു. ഭരണമികവ് ഉറപ്പാക്കണമെന്നും വരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിക്കണമെന്നും മോദി. വിദേശയാത്രയ്ക്ക് നികുതി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ലെന്ന് കേന്ദ്രം. വിശദീകരണം: ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാക്കാനുള്ള ബജറ്റ് നിർദ്ദേശത്തിനെതിരെ വ്യാപക വിമർശനമുയർന്നതിന് പിന്നാലെ സാമ്പത്തിക ക്രമക്കേടുകളോ ഗണ്യമായ നികുതി കുടിശ്ശികയോ ഉള്ളവർ മാത്രം ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ മതിയെന്നും സർക്കാർ വ്യക്തമാക്കി. ടോക്കിയോയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ആഗോള സംഘർഷങ്ങൾക്കിടയിലും ഗാന്ധിയുടെ സന്ദേശങ്ങളുടെ പ്രസക്തി ഊന്നിപ്പറഞ്ഞു. പ്രതിമ സ്ഥാപിച്ചത് 3000-ഓളം ഇന്ത്യക്കാർ താമസിക്കുന്ന പ്രദേശത്ത്. മാലദ്വീപ് ടൂറിസം മന്ത്രി ഇബ്രാഹിം ഫൈസലിന്റെ ഇന്ത്യ സന്ദർശനം ഇന്ന്. ഇന്ത്യയുമായുള്ള വിനോദസഞ്ചാര ബന്ധം വർദ്ധിപ്പിക്കാൻ വെൽക്കം ഇന്ത്യ ക്യാമ്പയിൻ. ഡൽഹി, മുംബൈ, ബംഗളൂരു എന്നിവിടങ്ങളിൽ റോഡ് ഷോകളും. വെനസ്വേലയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പൂർത്തിയായി. നിലവിലെ പ്രസിഡന്റ് നിക്കോളസ് മദുറോയും എഡ്മണ്ടോ ഗോൺസാലസും തമ്മിലാണ് പ്രധാന പോരാട്ടം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ സർക്കാർ വിരുദ്ധ വികാരം പ്രതിഫലിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം ഇന്ന് വൈകിട്ടോടെ ലഭ്യമാകും. മാലദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ സഹായിച്ചതിന് ഇന്ത്യക്കും ചൈനയ്ക്കും നന്ദി അറിയിച്ച് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു. പ്രശംസ രാജ്യത്തിന്റെ 59ാം സ്വാതന്ത്ര്യ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഔദ്യോഗിക ചടങ്ങിൽ 400 കോടി രൂപയുടെ സഹായമാണ് ഇന്ത്യ നൽകിയത്. ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം രൂക്ഷമായതോടെ ലെബനനിലെ അതിർത്തി ഗ്രാമങ്ങളിൽ ബോംബാക്രമണം നടത്തി ഇസ്രായേൽ. ഗോലാൻ കുന്നുകളിലെ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി. ഗസയിൽ കൊല്ലപ്പെട്ടത് 66 പലസ്തീൻകാർ. കമലാ ഹാരിസിന്റെ പ്രചാരണ ഫണ്ടിലേക്ക് ആദ്യ ആഴ്ച ലഭിച്ചത് $20 കോടി എന്ന റിപ്പോർട്ട്. സംഭാവന നൽകിയവരിൽ 66% പേരും ആദ്യമായാണ് പ്രചാരണ ഫണ്ടിലേക്ക് പണം നൽകുന്നതെന്നും വിലയിരുത്തൽ. അതേസമയം ബൈഡന്റെ സ്ഥാനാർത്ഥിത്വം ഡെമോക്രാറ്റുകൾ അട്ടിമറിച്ചതാണെന്ന ആരോപണവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച കമലാ ഹാരിസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഓരോ വോട്ടും സ്വന്തമാക്കാൻ താൻ കഠിനാധ്വാനം ചെയ്യുമെന്ന കമലാ ഹാരിസ്. ഈ വർഷം നവംബറിലാണ് US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. എത്യോപ്യയിലെ ടെക്സേ നദിയിൽ ബോട്ട് മറിഞ്ഞ് 19 മരണം. ബോട്ടിലുണ്ടായിരുന്നത് 26 പേർ. 7 പേരെ രക്ഷപ്പെടുത്തി. ജർമ്മനിയിൽ മിസൈൽ വിന്യസിക്കാനുള്ള അമേരിക്കയുടെ തീരുമാനത്തിന് പിന്നാലെ മുന്നറിയിപ്പുമായി റഷ്യ. മിസൈൽ വിന്യസിച്ചാൽ അമേരിക്ക ശീതയുദ്ധ മാതൃകയിലുള്ള പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന് വ്ളാഡിമിർ പുടിൻ. ആവശ്യമായ മുന്നൊരുക്ക നടപടികൾ യുദ്ധമുണ്ടായാൽ ശത്രുക്കളെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത് ഉത്തര കൊറിയ. US-നോടും ദക്ഷിണ കൊറിയയോടുമുള്ള വിദ്വേഷം പ്രകടിപ്പിച്ച് സൈനിക ഉദ്യോഗസ്ഥർ. പരാമർശം 71ാമത് കൊറിയൻ യുദ്ധവിരാമ വാർഷിക ആഘോഷത്തിനിടെ. കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുന്നതിനായി ഗ്ലോബൽ മാൻഗ്രോവ് അലയൻസുമായി സഹകരിക്കാൻ ഖത്തർ ഫൗണ്ടേഷന്റെ ഭാഗമായ എർത്ത്നായാണ് GMAയിൽ അംഗമായത്. പുതിയ സഖ്യത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെ ഖത്തറിലും ലോകമെമ്പാടുമുള്ള നിർണായക തീരദേശ ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കാൻ എർത്ത്ന ഉപയോഗപ്പെടുത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ലേബർ പാർട്ടി അധികാരം പിടിച്ചെടുത്ത ബ്രിട്ടനിൽ പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവാകാൻ ഇന്ത്യൻ വംശജയായ മുൻ ആഭ്യന്തരമന്ത്രി പ്രീതി പട്ടേലും രംഗത്ത്. മത്സര രംഗത്തുനിന്ന് ഇന്ത്യൻ
വംശജയായ ആദ്യ വനിതയാണ് പ്രീതി പട്ടേൽ. കൺസർവേറ്റീവ് പാർട്ടിയെ തന്റെ നേതൃത്വത്തിൽ വിജയത്തിളക്കത്തിൽ എത്തിക്കുമെന്ന് പ്രീതി പട്ടേൽ. കേന്ദ്ര ബജറ്റിൽ പ്രോപ്പർട്ടി വിൽപ്പനയിലെ ഇൻഡെക്സേഷൻ ആനുകൂല്യങ്ങൾ നീക്കം ചെയ്തത് തിരിച്ചടിയായി. റിയൽറ്റി വിപണിക്ക് 6480 കോടി രൂപയുടെ നഷ്ടം. പ്രോപ്പർട്ടികളിലെ നിക്ഷേപം കുറയുമെന്ന് വിലയിരുത്തൽ. പഞ്ചസാരയുടെ താങ്ങുവില ഉടൻ തീരുമാനിക്കുമെന്ന് സർക്കാർ. MSP കിലോഗ്രാമിന് 42 രൂപയായി ഉയർത്തണമെന്ന ആവശ്യവുമായി വ്യവസായ സ്ഥാപനങ്ങൾ. 2024-2025 പഞ്ചസാര ഉൽപാദനം പ്രതീക്ഷ നൽകുന്നതെന്ന് കേന്ദ്ര ഭക്ഷ്യ സെക്രട്ടറി സഞ്ജീവ് ചോപ്ര. ഹൈറേഞ്ച് കമ്പോളങ്ങളിൽ കുത്തനെ കൂടി ഇഞ്ചി വില. 2 വർഷം മുൻപ് കിലോയ്ക്ക് 28 രൂപ ലഭിച്ചിരുന്ന ഗുണമേന്മയേറിയ നാടൻ ഇഞ്ചിയുടെ വില 140 രൂപയും 150 രൂപയ്ക്ക് ലഭിച്ചിരുന്ന ചുക്കിന്റെ വില 370 രൂപയുമായി ഉയർന്നു. ഹൈറേഞ്ചിൽ ഇഞ്ചിയുടെ ഉത്പാദനം കുറഞ്ഞതോടെയാണ് വില വർധനവ്. ഇന്ത്യൻ സിമന്റ്സിന്റെ ഭൂരിഭാഗം ഓഹരികളും സ്വന്തമാക്കി അൾട്രാടെക് സിമന്റ്. ഇന്ത്യ സിമന്റിലെ പ്രൊമോട്ടർമാരിൽ നിന്നും അസോസിയേഷൻസിൽ നിന്നും 32.72% ഇക്വിറ്റി ഓഹരികൾ ഏറ്റെടുക്കുന്നതിന് അംഗീകാരം നൽകി. 2024 ജൂണിൽ 268 രൂപ നിരക്കിൽ 22.77% ഓഹരി വാങ്ങാൻ അൾട്രാടെക് മുമ്പ് ഇന്ത്യൻ സിമന്റ്സിൽ നിക്ഷേപം നടത്തിയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി കേരളത്തിൽ. കൊച്ചി ഇൻഫോ പാർക്കിലെ ഫേസ് 1-ലുള്ള ലുലു സൈബർ ടവറിലാണ് 20,000 ചതുരശ്ര അടി സ്ഥലം കമ്പനി ഏറ്റെടുത്തിരിക്കുന്നത്. 250ഓളം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുന്ന പദ്ധതിയാണിത്. മാരിടൈം രംഗത്ത് രാജ്യത്തിന്റെ ഹബ്ബായി മാറാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിലൊന്നാണ് MSCയുടെ വരവെന്ന് മന്ത്രി പി രാജീവ്. AI സെർച്ചിങ്ങിൽ തരംഗം സൃഷ്ടിച്ച ചാറ്റ് GPT-ക്ക് ശേഷം വമ്പൻ നീക്കവുമായി ഓപ്പൺ AI സെർച്ച് GPT എന്ന പേരിൽ പുതിയ സെർച്ച് എഞ്ചിൻ ലോഞ്ചിങ്ങിന് ഒരുങ്ങുകയാണ് US കമ്പനി. സെർച്ച് എഞ്ചിന്റെ പ്രോട്ടോടൈപ്പ് പരീക്ഷിക്കാൻ വെബ്സൈറ്റിൽ സൈൻ അപ്പ് ചെയ്ത വെയിറ്റിംഗ് ലിസ്റ്റിൽ കാത്തിരിക്കാമെന്ന് കമ്പനി. കൊച്ചി പുറംകടലിൽ LPG കപ്പലിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു. മരിച്ചത് ശ്രീലങ്കൻ പൗരൻ ദുഷ്യൻ മധുശങ്ക. ലിമ്ര എന്ന കപ്പലിലാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ ദുഷ്യൻ മധുശങ്കയെ ഹെലികോപ്റ്റർ മാർഗം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. കേരളത്തിൽ നിലവിൽ 213 കടുവകൾ. ആഗോളതലത്തിൽ കടുവകളുടെ എണ്ണത്തിൽ 75% ഇന്ത്യയിൽ. നിലവിൽ 3682 കടുവകളാണ് ഇന്ത്യയിലുള്ളത്. ഒഡീഷയിൽ നിന്ന് ചൈനയിലേക്ക് ചരക്കുമായി പോയ കപ്പലിലുണ്ടായിരുന്ന മലയാളി യുവാവിനെ കാണാതായിട്ട് 13 ദിവസം. പുനപ്ര വടക്ക് പഞ്ചായത്ത് സ്വദേശി വിഷ്ണു ബാബുവിനെ കാണാതായത് ഈ മാസം 17-ാം തീയതി. ഇന്ധനം നിറയ്ക്കാനായി കപ്പൽ സിംഗപ്പൂർ പോർട്ടിലേക്ക് പോകുന്നതിനിടെയാണ് വിഷ്ണുവിനെ കാണാതായത്. പർവീസ് മുഷറഫിന് ആദരാഞ്ജലികൾ അർപ്പിച്ച ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ പരിപാടിയിൽ KC വേണുഗോപാൽ പങ്കെടുത്തെന്ന ആരോപണം നിഷേധിച്ച് കോൺഗ്രസ്. ക്ഷണം ലഭിച്ചെങ്കിലും അജണ്ടയിൽ അനാവശ്യമായ ചില കൂട്ടിച്ചേർക്കലുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പരിപാടിയിൽ പങ്കെടുത്തില്ല. സംഘപരിവാർ പ്രൊഫൈലുകളും ഓൺലൈൻ മീഡിയ വിഭാഗങ്ങളും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതായും കോൺഗ്രസ് കേരളം എക്സിൽ കുറിച്ചു. മാനന്തവാടി ദ്വാരക AUP സ്കൂളിൽ ഭക്ഷ്യവിഷബാധയിൽ അന്വേഷണം. സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന്റെ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക്. ചികിത്സ തേടിയത് 250ഓളം കുട്ടികളും 2 അധ്യാപകരും. സർക്കാർ തലങ്ങളിലെ അസന്തുലിതാവസ്ഥ രാഷ്ട്രീയ പ്രചരണം സംഘടിപ്പിക്കാൻ ഒരുങ്ങി SYS. ഡിസംബർ മാസത്തിൽ 3 ദിവസങ്ങളിലായി യുവജന സമ്മേളനം. സംസ്ഥാനമൊട്ടാകെ യുവാക്കളുടെ അവസര സമത്വവും സാമൂഹിക നീതിയും ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസ്ഹരി.
ജലജന്യ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ വയനാട്ടിലെ വിദ്യാലയങ്ങളിൽ ശുചിത്വവും ശുദ്ധജല ലഭ്യതയും ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ. വിദ്യാർത്ഥികൾക്ക് കുടിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളവും ശുദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങളും നൽകണം. മുട്ടയും പാലും നൽകുന്നുണ്ടെങ്കിൽ ശുദ്ധതയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തണമെന്നും കളക്ടർ. ബിരുദ പദ്ധതി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും മെച്ചപ്പെട്ട ഭാവിക്കും ഗുണം ചെയ്യുമെന്ന് MG സർവകലാശാല VC ഡോക്ടർ CT അരവിന്ദകുമാർ. പുതിയ ബിരുദ പദ്ധതി ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കരുത്തുപകരും. വിദ്യാർത്ഥികളിൽ നിന്ന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നതെന്നും അരവിന്ദകുമാർ. കോതമംഗലം നെല്ലിക്കുഴി പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ നിന്നും അർഹതപ്പെട്ട കുടുംബത്തെ ഒഴിവാക്കുന്നതായി പരാതി. വിധവയായ അലീമ കവലയ്ക്കലിനാണ് വീട് നഷ്ടമാകുന്നത്. വീട് നിഷേധിച്ചത് കുടുംബത്തിന്റെ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന സഹോദരന് വീടുണ്ടെന്ന് പറഞ്ഞു. കോഴിക്കോട് കനോലി കനാലിൽ കാൽ വഴുതി വീണ യുവാവ് മരിച്ചു. കുന്നമംഗലം സ്വദേശി പ്രവീൺ ദാസാണ് മരിച്ചത്. മീൻ പിടിക്കുന്നതിനിടെ കാൽ വഴുതി കനാലിലേക്ക് വീഴുകയായിരുന്നു. തൃശൂർ കയ്പമംഗലത്ത് കണ്ണിൽ മുളകുപൊടി വിതറി മാല പൊട്ടിക്കാൻ ശ്രമിച്ച കേസിൽ യുവതി അറസ്റ്റിൽ. ചാമക്കാല സ്വദേശി സുബിതയാണ് അറസ്റ്റിലായത്. അയൽവാസിയുടെ മാല പൊട്ടിച്ചെടുത്ത ശേഷം കണ്ണിൽ മുളകുപൊടി വിതറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ മുളകുപൊടി ലക്ഷ്യം മാറി നെറ്റിയിൽ വീണതിനാൽ വീട്ടമ്മ ആളെ തിരിച്ചറിഞ്ഞതോടെ പ്രതി മാല ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ആലപ്പുഴ കലബൂരിൽ വാഹനാപകടത്തിൽ ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെ 2 പേർ മരിച്ചു. മരിച്ചത് ഡിവൈഎഫ്ഐ മാലാരിക്കുളം ഏരിയ സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ രജീഷ് അനന്തു എന്നിവർ. അപകടം കാർ തെങ്ങിലിടിച്ചു കയറി. കാറിൽ ഒപ്പമുണ്ടായിരുന്ന 2 പേർ പരിക്കുകളോടെ ആശുപത്രിയിൽ. പാലക്കാട് ജില്ലയിലെ തച്ചമ്പാറ പഞ്ചായത്ത് ഭരണം തീരുമാനിക്കുന്ന നിർണായക ഉപതെരഞ്ഞെടുപ്പ് നാളെ. 5-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ LDFന് ഭരണം നഷ്ടമാകും. ഉപതെരഞ്ഞെടുപ്പ് LDF അംഗമായിരുന്ന PC ജോസ് മരിച്ചതിനെ തുടർന്ന്. വടക്കൻ പറവൂരിലെ വടക്കേക്കര പഞ്ചായത്തിലെ എല്ലാ പൊതുപരിപാടികളും ഇനി ഭിന്നശേഷി സൗഹൃദമാകും. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറുടെ നിർദ്ദേശം. മസ്കുലാർ ഡിസ്ട്രോഫി ബാധിതനായ ജെറിൻ ജോൺസന്റെ ഹർജിയിൽ. ജെറിന്റെ ഇടപെടലിനെ തുടർന്ന് 18 ഇനങ്ങളിൽ റാമ്പ് നിർമ്മിച്ച് അധികൃതർ. തൃശൂർ പാലിയേക്കരയിലെ ടോൾ പിരിവ് അനധികൃതമെന്ന് ആരോപിച്ച് കോൺഗ്രസ് നേതൃത്വം. ആരോപണം കണക്കുകൾ നിരത്തി. സംസ്ഥാന സർക്കാരിന് കരാർ കമ്പനിയെ സഹായിക്കുന്ന നിലപാടെന്നും ആരോപണം. കുങ്കിയാനകളെ ഇറക്കിയിട്ടും വയനാട് തൃശ്ശിലേരി മുത്തുമാരിയിൽ കാട്ടാനകൾ കാണാമറയത്ത്. ദൗത്യം തുടങ്ങി 4 ദിവസം കഴിഞ്ഞിട്ടും കാട്ടാനകളെ തുരത്താനായില്ല. കാട്ടാനകൾ വനത്തിലേക്ക് കടന്നിട്ടുണ്ടാകുമെന്ന് വനപാലക സംഘത്തിന്റെ നിഗമനം. ഇടുക്കി പീരുമേട്ടിൽ പുലിയുടെ സാന്നിധ്യം കണ്ടതിനു പിന്നാലെ കരടിയും. കരടിയുടെ മുൻപിൽപ്പെട്ട പ്രദേശവാസി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കരടിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച വനം വകുപ്പ് പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചു. വയനാട് തോൽപ്പെട്ടിയിൽ കുള്ളനാനയുടെ പരാക്രമം. ബാർഗിരി എസ്റ്റേറ്റിന് സമീപം വീട്ടിൽ കയറിയ ആന വാതിൽ കുത്തിപ്പൊളിച്ചു. 5-അംഗ കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കോഴിക്കോട് പേരാമ്പ്ര എരവട്ടൂരിൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. നിരവധി വീടുകൾക്ക് മുകളിലേക്ക് മരം കടപുഴകി. വൈദ്യുത പോസ്റ്റുകൾ തകരാറിലായി. വ്യാപക കൃഷിനാശവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉണ്ടായത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണെന്നാണ് കണക്കാക്കുന്നത്. കൊല്ലം ചിതറയിൽ പട്ടാപ്പകൽ വീട് കുത്തിത്തുറന്ന് വൻ കവർച്ച നടന്നത് അരിപ്പ സ്വദേശി ബിജുവിന്റെ വീട്ടിൽ. സംഭവം ബിജുവും കുടുംബവും തൊട്ടടുത്ത ബന്ധുവീട്ടിൽ പോയ സമയത്ത് 10 പവൻ സ്വർണവും പണവും നഷ്ടമായി. പ്രദേശവാസികളെ ദുരിതത്തിലാക്കി വയനാട് കമ്പളക്കാട് പള്ളിക്കുന്ന് റോഡിലെ വെള്ളക്കെട്ട്. റോഡരികിലുള്ള ഡ്രൈനേജിന്റെ പല ഭാഗങ്ങളും മൂടിപ്പോയതോടെ വെള്ളക്കെട്ടുണ്ടായി. ഓവുചാൽ മണ്ണിട്ട് മൂടിയതും വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമായെന്ന് പ്രദേശവാസികൾ.
എണ്ണം വെട്ടിക്കുറിച്ചും സമയക്രമം പാലിക്കാതെയും മുസരീസ് പൈതൃക പദ്ധതിയുടെ ബോട്ട് സർവീസ്. എറണാകുളം, തൃശൂർ ജില്ലകളിലെ പൈതൃക കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തിയുള്ള വിനോദസഞ്ചാര പദ്ധതിയുടെ നിലനിൽപ്പ് അനിശ്ചിതത്വത്തിൽ. ജലയാത്രയ്ക്ക് പ്രാധാന്യം നൽകിയുള്ള പാസ്പോർട്ടിന്റെ ഗുണം ആളുകൾക്ക് ലഭിക്കുന്നില്ലെന്ന് പരാതി. പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ ടിപ്പർ ലോറിയിൽ മണൽ കടത്തുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ശേഷം റീൽസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ 7 പേർ പിടിയിൽ. സംഭവം നിലമ്പൂർ പുള്ളിപ്പാടം കടവിൽ. പ്രതികൾ പിടിയിലായത് റീൽസ് സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ. തിരുവല്ല വേങ്ങലിൽ കാറിനുള്ളിൽ ജീവനൊടുക്കിയ ദമ്പതികളുടെ സംസ്കാരം നാളെ. തുകലശ്ശേരി വേങ്ങശ്ശേരിയിൽ രാജു തോമസ് ജോർജ്, ഭാര്യ ലൈജി എന്നിവരാണ് കാറിനുള്ളിൽ തീ കൊളുത്തി ജീവനൊടുക്കിയത്. നാളെ രാവിലെ 11 മണിക്ക് കാവുഭാഗം സെന്റ് ജോർജ് യാക്കോബായ കത്തീഡ്രൽ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. തൃശൂർ പെരിഞ്ഞനത്ത് ചാരായവുമായി ഒരാൾ പിടിയിലായത് പെരിഞ്ഞനം സ്വദേശി മോഹനൻ. 3 ലിറ്റർ ചാരായം എക്സൈസ് സംഘം പിടിച്ചെടുത്തു. തീരദേശ മേഖലയിൽ ചാരായ വിപണനം നടത്തുന്നതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. തൃശൂർ കുന്നംകുളം പൊങ്ങമുക്കിൽ വയോധികന്റെ മൃതദേഹം കണ്ടെത്തി. പൊങ്ങമുക്ക് സ്വദേശി ജോബിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ശനിയാഴ്ച ഉച്ചയോടെ ജോബിനെ വീട്ടിൽ നിന്ന് കാണാതാവുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ശക്തമായ മഴയിലും കാറ്റിലും മരം വീണ് വീട് തകർന്നു. എറണാകുളം പറവൂരിൽ അഗസ്റ്റിൻ ആന്റണിയുടെ വീടാണ് തകർന്നത്. സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന അഗസ്റ്റിന്റെ ഭാര്യ ഓടി മാറിയതിനാൽ അപകടം ഒഴിവായി. പാലക്കാട് മണ്ണാർക്കാട് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. പുകയുയർന്നത് കണ്ട് വാഹനം നിർത്തിയതിനാൽ അപകടം ഒഴിവായി. കാറിലുണ്ടായിരുന്നത് കരുവാരക്കുണ്ട് സ്വദേശികൾ. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. യാത്രാ ദുരിതം തുടരുന്ന എറണാകുളം കുണ്ടന്നൂർ NX ജോസഫ് റോഡിൽ വാഴ നട്ട് പ്രതിഷേധം. സ്പോർട്ടക് ക്ലബിന്റെ നേതൃത്വത്തിലാണ് വേറിട്ട പ്രതിഷേധം നടന്നത്. അധികാരികൾ ഇനിയും നിസ്സംഗത തുടർന്നാൽ റോഡ് ഉപരോധം അടക്കമുള്ള സമരങ്ങളിലേക്ക് കടക്കാൻ തീരുമാനം. വയനാട് മട്ടപ്പാറ സെറ്റിൽമെന്റ് ഏരിയയിലെ ഗുണഭോക്താക്കൾക്ക് ഫലവൃക്ഷ തൈകളുടെ പരിപാലനത്തിൽ പരിശീലനം നൽകി. ചീങ്ങേരി സമഗ്ര പട്ടികവർഗ വികസന പദ്ധതിയുടെ ഭാഗമായാണ് പരിശീലനം. പരിപാടി ഉദ്ഘാടനം ചെയ്ത അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു. ജലോത്സവ പ്രേമികളെ ആവേശത്തിലാഴ്ത്തി പുന്നമട കായലിൽ തലവടി ചുണ്ടൻ പ്രദർശന തുഴച്ചിൽ നടത്തി. UBC കൈനകരിയാണ് ഇക്കുറി തലവടി ചുണ്ടന് തുഴയെറിയുന്നത്. നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ ക്യാപ്റ്റൻ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ തീവ്ര പരിശീലനത്തിലാണ് UBC. റിയാദ് കണ്ണൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ബംഗളൂരുവിലേക്ക് വഴിതിരിച്ചുവിട്ടു. വിമാനത്തിൽ പ്രതിഷേധിച്ച് യാത്രക്കാർ. വിമാനം ഇന്നലെ വൈകിട്ട് 7-ന് കണ്ണൂരിൽ ലാൻഡ് ചെയ്യേണ്ടതായിരുന്നു. ബദൽ ക്രമീകരണം ഒരുക്കുന്നതിൽ അവ്യക്തത. കണ്ണൂരിലെത്തിക്കുന്നതിൽ അനിശ്ചിതത്വമെന്ന് യാത്രക്കാർ. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ബുക്കിംഗ് തുടങ്ങി. ഈ മാസം 31-ന് സർവീസ് ആരംഭിക്കും. സർവീസുകൾ വ്യാഴം, ശനി, തിങ്കൾ ദിവസങ്ങളിൽ. പുലർച്ചെ 5:30-ന് ബംഗളൂരു കന്റോൺമെന്റിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചകഴിഞ്ഞ് 2:20-ന് എറണാകുളത്തെത്തും. തമിഴ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ പ്രസിഡന്റായിരിക്കെ ഫണ്ട് ദുരുപയോഗം ചെയ്തെന്ന ആരോപണത്തിൽ മറുപടിയുമായി നടൻ വിശാൽ. പ്രതികരണം ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പോസ്റ്റിലൂടെ. താൻ ഫണ്ട് ദുരുപയോഗം ചെയ്തിട്ടില്ലെന്ന് വിശദീകരണം. 12 കോടി രൂപയുടെ ഫണ്ട് ദുരുപയോഗം ചെയ്ത് നഷ്ടമുണ്ടാക്കിയെന്ന് പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ ആരോപിച്ചതായി ഇന്ത്യ ഗ്ലിറ്റ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. തന്റെ ആരോഗ്യാവസ്ഥയെപ്പറ്റി വിശദീകരണം നൽകി നടൻ സംഗീത് പ്രതാപ്.
റൊമാൻസ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് വാഹനാപകടത്തിൽ പരിക്ക് പറ്റിയത്. നിങ്ങളുടെ കരുതലിന് നന്ദി. പരിക്കുകൾ ഭേദമായി വരുന്നെന്നും സംഗീത്. അപകടവുമായി ബന്ധപ്പെട്ട് താൻ കേസ് കൊടുത്തുവെന്ന പ്രചരണം തെറ്റാണെന്നും വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാരൂഖ് ഖാനെ പോലെയാണെന്ന് ബോളിവുഡ് നടൻ രൺബീർ കപൂർ. രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നില്ലെങ്കിലും പ്രധാനമന്ത്രിയെ താൻ വളരെയധികം ആരാധിക്കുന്നു. 4 വർഷം മുൻപ് ബോളിവുഡ് താരങ്ങളും സംവിധായകരും ചേർന്ന് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചിരുന്നു. ഈ ചടങ്ങിൽ വെച്ചുണ്ടായ ഒരു അനുഭവം ഓർത്തെടുത്തുകൊണ്ടാണ് നരേന്ദ്രമോദിയോടുള്ള തന്റെ ആരാധനയെക്കുറിച്ച് രൺബീർ കപൂർ പറഞ്ഞത്. മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ എന്ന പുതിയ മലയാള ചിത്രത്തിന്റെ 3rd ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു. കരിങ്കുന്നം 6 എന്ന ചിത്രത്തിന് ശേഷം സംവിധായകൻ ദീപു കരുണാകരൻ ഒരുക്കിയ ചിത്രത്തിൽ ഇന്ദ്രജിത്ത് സുകുമാരൻ, അനശ്വര രാജൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ദുൽഖർ സൽമാനെ നായകനാക്കി വെങ്ക് അട്ലൂരി സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന്റെ ടൈറ്റിൽ ട്രാക്ക് എത്തി. വിനായക ശശികുമാർ വരികൾ രചിച്ച അസാധ്യ സംഭവം എന്നാരംഭിക്കുന്ന മലയാള ഗാനം ഉഷ ഉതുപ്പാണ് ആലപിച്ചിരിക്കുന്നത്. 90കളിലെ ബോംബെ നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഈ പീരീഡ് ഡ്രാമയിൽ ബാങ്ക് കാഷ്യർ കഥാപാത്രത്തെയാണ് ദുൽഖർ അവതരിപ്പിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി ദുൽഖർ സൽമാൻ. ആകാശം ലോ ഒക്കാധാര എന്നാണ് പവൻ സാധിനേനി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ പേര്. തെലുങ്കിലെ പ്രശസ്ത നിർമ്മാണ കമ്പനികളായ ഗീത ആർട്സ്, സ്വപ്ന സിനിമ, ലൈറ്റ് ബോക്സ് മീഡിയ എന്നിവർ ചേർന്നാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. തേജ സജ നായകനായി ആഗോള ബോക്സ് ഓഫീസിൽ 350 കോടിയിലേറെ രൂപ നേടിയ ചിത്രം ഹനുമാൻ ജപ്പാനിൽ റിലീസിനൊരുങ്ങുന്നതായി റിപ്പോർട്ട്. ഒക്ടോബർ 4-ന് ജാപ്പനീസ് സബ് ടൈറ്റിലോടെ ചിത്രം റിലീസ് ചെയ്യും. പ്രൈം ഷോ എന്റർടൈൻമെന്റിന്റെ ബാനറിലാണ് നിർമ്മിച്ചത്. കെ നിരഞ്ജൻ റെഡ്ഡിയാണ് നിർമ്മാണം. മങ്കാത്തയ്ക്ക് ശേഷം അജിത്തും അർജുനും വീണ്ടും ഒന്നിക്കുന്നു. അജിത്ത് നായകനാകുന്ന വിടാമുയർച്ചയിലെ അർജുൻ സർജയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടു. ചിത്രത്തിൽ വില്ലൻ കഥാപാത്രത്തെയാണ് അർജുൻ അവതരിപ്പിക്കുന്നത്. മകിഴ് തിരുമേനി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ തൃഷയാണ് നായിക. 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അജിത്തും അർജുൻ സർജയും വീണ്ടും ഒന്നിക്കുന്നത്. മമ്മൂട്ടി ചിത്രം ടർബോയുടെ അറബിക് പതിപ്പിന്റെ ട്രെയിലർ പുറത്തുവിട്ടു. ഓഗസ്റ്റ് 2-ന് അറബിക് പതിപ്പ് തിയേറ്ററുകളിലെത്തും. ടർബോ കേരളത്തിൽ മാത്രം ആദ്യ ദിനം നേടിയത് 6.2 കോടി രൂപ. ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന കളക്ഷനാണ് ടർബോ സ്വന്തമാക്കിയത്. ഗോവിന്ദ് പത്മസൂര്യ നായകനാകുന്ന മനോരാജ്യത്തിന്റെ ടീസർ പുറത്ത്. ഇൻഡിജീനിയസ് ഫിലിംസിന്റെ ബാനറിൽ CK അനസ് മോൻ ആണ് ചിത്രം നിർമ്മിച്ചത്. റഷീദ് പാറയ്ക്കൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം പൂർണ്ണമായും ഓസ്ട്രേലിയയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പൃഥ്വിരാജിന്റെ സംവിധാനത്തിലൊരുങ്ങുന്ന മോഹൻലാലിന്റെ എമ്പുരാന്റെ ചിത്രീകരണം ഗുജറാത്തിൽ പുരോഗമിക്കുന്നു. ചിത്രത്തിന്റെ 7ാമത്തെ ഷെഡ്യൂളാണ് ഇപ്പോൾ ഗുജറാത്തിൽ നടക്കുന്നത്. സിനിമയിലെ ഏറെ നിർണായകമായ സീനുകൾ ഉൾപ്പെടുന്ന ഏറ്റവും വലിയ ഷെഡ്യൂളാണിത്.
പ്രേക്ഷകരെ ആവേശത്തിലാക്കി ധനുഷിന്റെ 50-ാം ചിത്രം ആഗോളതലത്തിൽ രായൻ 50 കോടി രൂപയോളം നേടിയെന്ന് റിപ്പോർട്ട്. ഇന്നോളമുള്ള ധനുഷിന്റെ മികച്ച ഓപ്പണിംഗ് കളക്ഷനാണ് രായന്റേതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.